വത്തിക്കാൻ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ തിരുശേഷിപ്പുകളുള്ള സ്ഥലമാണ് സെന്റ് ആന്റണീസ് ചാപ്പൽ. പിറ്റ്സ്ബർഗിലെ ട്രോയ് ഹില്ലിൽ സ്ഥിതി ചെയ്യുന്ന ഈ കൊച്ചു ചാപ്പലിൽ 5000-ഓളം തിരുശേഷിപ്പുകളാണുള്ളത്. ഫാദർ സുഡ്ബർട്ട് മൊള്ളിങ്ങറുടെ ഉടമസ്ഥതയിലായിരുന്നു ഈ ചാപ്പലും ഇവിടുത്തെ തിരുശേഷിപ്പുകളും ഉണ്ടായിരുന്നത്. ബെൽജിയം സ്വദേശിയായിരുന്ന അദ്ദേഹം ഡോക്ടറായി സേവനമനുഷ്ഠിക്കുകയായിരുന്നു. പിന്നീടാണ് വൈദിക വൃത്തിയിലേക്ക് കടന്നത്. തിരുശേഷിപ്പുകൾ ശേഖരിക്കുക എന്ന അദ്ദേഹത്തിന്റെ വിനോദമാണ് 1883 സെന്റ് ആന്റണീസ് ചാപ്പലിന്റെ നിർമ്മിതിക്ക് കാരണമായത്. അതോടൊപ്പം യൂറോപ്യൻ രാജ്യങ്ങളിൽ 19-ാം നൂറ്റാണ്ടിലുണ്ടായിരുന്ന ക്രൈസ്തവ പീഡനങ്ങളും യുദ്ധങ്ങളും തിരുശേഷിപ്പ് ശേഖരണങ്ങൾക്ക് കാരണമായി. അക്കാലത്ത് പല തിരുശേഷിപ്പുകളും പൊതുവിപണിയിൽ ലഭ്യമായിരുന്നു. ഇത്തരം സാഹചര്യങ്ങളിലൂടെ തിരുശേഷിപ്പുകൾ നശിക്കാതിരിക്കുവാൻ വേണ്ടിയാണ് അദ്ദേഹം സെന്റ് ആന്റണീസ് ചാപ്പൽ നിർമ്മിച്ചത്. ചാപ്പലിന്റെ നിർമ്മിതി 2 ഘട്ടങ്ങളിലായിരുന്നു. പ്രധാന ചാപ്പലായ സെന്റ് ആന്റണീസ് ചാപ്പലിലാണ് തിരുശേഷിപ്പുകൾ സൂക്ഷിച്ചിരിക്കുന്നത്. ദ വേ ഓഫ് ദ ക്രോസ് എന്ന ചാപ്പലിൽ യേശുവിന്റെ കാൽവരി യാത്രയുടെ മികവുറ്റ ദൃശ്യാവിഷ്കാരം നമുക്ക് കാണുവാൻ സാധിക്കും. യേശുവിനെ ക്രൂശിലേറ്റിയ കുരിശിന്റെ ഭാഗം, തലയിൽ അണിയിച്ച മുൾക്കിരീടം, ശവക്കല്ലറയിൽ നിന്ന് ലഭിച്ച കല്ലും കൂടാതെ മാതാവിന്റെയും യൗസേപ്പിതാവിന്റെയും വസ്ത്രങ്ങളുടെ ഭാഗം തുടങ്ങിയ തിരുശേഷിപ്പുകൾ ഈ ചാപ്പലിൽ നമുക്ക് കാണുവാൻ കഴിയും. കൂടാതെ അപ്പസ്തോലന്മാരുടെ തിരുശേഷിപ്പുകളും ഇവിടെയുണ്ട്. 3 രീതിയിലാണ് ഇവിടുത്തെ തിരുശേഷിപ്പുകൾ സൂക്ഷിച്ചിരിക്കുന്നത്. ആദ്യമായി വിശുദ്ധരുടെ ശരീരഭാഗങ്ങൾ, അടുത്തത് അവർ ഉപയോഗിച്ച വസ്ത്രങ്ങളുടെയോ അല്ലെങ്കിൽ മറ്റു വസ്തുക്കളുടെയോ ഭാഗങ്ങൾ, അതുകൂടാതെ അവരുടെ സ്പർശനമേറ്റ വസ്തുക്കൾ എന്നിവയാണ് തിരുശേഷിപ്പുകളായി ഇവിടെ സൂക്ഷിച്ചിരിക്കുന്നത്. ദേവാലയ ശുശ്രൂഷയോടൊപ്പം ഡോക്ടർ മൊള്ളിങ്ങർ രോഗികളെയും പരിചരിച്ചിരുന്നു. അദ്ദേഹത്തിന്റെ പരിചരണത്തിലൂടെ അനേകർക്ക് രോഗശാന്തി ലഭിച്ചതായും പറയപ്പെടുന്നു. അതിനാൽ തന്നെ 130 വർഷം പഴക്കമുള്ള ഈ കൊച്ചു ചാപ്പലിലേക്ക് ദിനംപ്രതി ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ഒട്ടനവധി ആളുകളാണ് വരുന്നത്. ഇന്റർനാഷണൽ ഡെസ്ക്, ഷെക്കീന ന്യൂസ്.